കോഴിക്കോട് താമരശ്ശേരി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ സംഘർഷം. അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിയ വാഹനം സമരക്കാർ തടഞ്ഞു. വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. പോലീസിന് നേരെയും കല്ലേറുണ്ടായി. ഷബീർ ഒമർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷബീർ, ഇത് എപ്പോൾ നടന്ന പ്രതിഷേധമാണ്? പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്, എന്താണ് സാഹചര്യം? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. താമരശ്ശേരി കട്ടിപ്പാറ അമ്പായത്തോടിന് സമീപം പ്രവർത്തിക്കുന്ന കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇത് വർഷങ്ങളായി നടത്തുന്ന പ്രതിഷേധമാണ്. പ്രദേശത്ത് ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഇടയ്ക്ക് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ താൽക്കാലികമായി ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. എന്നാൽ വീണ്ടും അത് പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്നു, അവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതലാണ് അനിശ്ചിതകാല രാപ്പകൽ സമരം നാട്ടുകാർ ആരംഭിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി. സംഘർഷാവസ്ഥ രാവിലെ മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയ തരത്തിൽ പോലീസ് സന്നാഹം ഈ പ്രതിഷേധക്കാരെ നേരിടാൻ അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് അല്പം മുമ്പ് ഒരു വാഹനം, ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ഒരു വാഹനം ഇവിടേക്ക് എത്തിയത്. ഈ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെയും പ്രതിഷേധക്കാരുടെ കല്ലേറുണ്ടായി. ഇതിൽ താമരശ്ശേരി CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഇതിനിടെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെ സ്ഥലത്ത് തുടരുകയാണ്. സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ജീന. ശരി ഷബീർ, നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പോലീസുകാർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ പോലീസുകാർക്കടക്കം പരിക്കേറ്റുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. ഷബീർ ഒമറാണ് വിശദാംശങ്ങൾ നൽകിയത്.